എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ബുൾസ് ആണെങ്കിൽ അവരുടെ ബേസോടെ തന്നെ അവർ എടുത്തുകൊണ്ട് ബ്ലാക്ക് ക്ലവറിലേക്ക് പോകുമായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ലെഗ് ആസ്തയോട് പറയുന്നത്, ആസ്ത എനിക്ക് ആ വില്ലേജിൽ നിന്ന് 3 എൽഫിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പം നമ്മുടെ ആസ്തയും അവരുടെ കൂട്ടുകാരില്ല അന്നോട്ടേ പോകാൻ തുടങ്ങും. ആ വില്ലേജിൻ്റെ സിറ്റുവേഷൻ കാണിക്കുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു. കുറച്ച് പേരെ ഐസാക്കി ഫ്രീസ് ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നു. അവിടെ 3 എൽഫുകളുണ്ട്. ഒന്ന് റോസ് ടീമിലെ റിസ്ക എന്ന് പറയുന്ന ഒരു ടീം, പിന്നെ പർപ്പിൾ ടീമിലെ പ്രോട്ടോപ്പ എന്ന് പറഞ്ഞ ഒരുത്തനും, പിന്നെ എക്സർ എന്ന് പറഞ്ഞ ഒരുത്തനും. ഇവർ 3 പേരും കൂടെ ചേർന്നായിരുന്നു അവിടെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ആയിട്ട് വേറെ കുറച്ച് മാജിക്കൽ നൈറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു. അവർ പറയും, നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെ നമ്മളെ ആക്രമിക്കുവാണല്ലോ, നമുക്ക് എന്ത് ചെയ്തിട്ട് ഇവരെ തടയാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ഇതായിരിക്കും ബ്ലാക്ക് ക്ലവറിൻ്റെ അവസാനം എന്ന് പറയും. ആ കൂട്ടത്തിൽ എഴുത്ത് എണ്ണിച്ചിട്ട് പറയും, സോറി എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതിന്, സോറി ഞാൻ യൂസ്ലെസ് ആയതിന്, പക്ഷെ ഞാൻ ഇവിടെ കൂടെ തോറ്റു കൊടുക്കത്തില്ല, ഞാൻ ഇനിയും ട്രൈ ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഇവരെ ഈ നൈറ്റ്സിനെ ഒന്നുകൂടെ നശിപ്പിക്കാൻ വേണ്ടി ആ 3 എൽഫുകൾ വീണ്ടും അവർ അറ്റാക്ക് യൂസ് ചെയ്യാൻ പോവുകയും അപ്പോഴേക്കും അവരുടെ കണ്ണിലേക്ക് നമ്മുടെ ബ്ലാക്ക് ബുൾസിനെ ശ്രദ്ധ വിടുന്നത്. ഇത് കാണുമ്പോൾ അവർ പറയും, ഇതാരെന്നോട്ടേക്ക് തെറിച്ചു വരുന്നതെന്ന് പറയും. അതിന് പ്രോട്ടോപ്പ എന്ന് പറഞ്ഞ ആ എൽഫിൻ്റെയും അവൻ്റെ മാജിക്കൽ പവറുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ എർത്ത് പവറുണ്ട്, അവൻ എർത്ത് വോൾ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് ഇടിച്ച് തരുന്നതുകൊണ്ട് തന്നെ അകത്തേക്ക് നമ്മുടെ ബ്ലാക്ക് ബുള്ളിൻ്റെ ബേസിനകത്തേക്ക് വരും. ഹെൻറിയാണ് എണ്ണിച്ചിരിക്കും, അവരോട് സംസാരിക്കാൻ പോകും. അപ്പം തന്നെ ആ ബ്ലാക്ക് ബുള്ളിൻ്റെ ബേസ് എണ്ണിച്ചിങ്ങനെ അവരോട് സംസാരിക്കും. എന്താ അല്ലേ. എന്നിട്ട് നമ്മുടെ വെനേസ് ആ ബ്ലാക്ക് ബുള്ളിൽ ഒരു ജനൽ തുറന്നിട്ട് അവിടെ നിന്ന് അവളുടെ ത്രെഡ് മാജിക് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള എല്ലാവരെയും എയറിലേക്ക് പറത്തി വിടും. എന്നിട്ട് നമ്മുടെ ചാമീൻ്റെയും അവിടെ ക്ലൗഡ്സ് വെച്ച് ഇവരെ എല്ലാവരെയും പിടിച്ച് സേഫ്റ്റിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമ്മുടെ ഗ്രേ എന്ത് ചെയ്യും, വന്ന് ഈ ഐസിനെയും ഈ റോക്കിനെയും ഒക്കെ വാട്ടറായിട്ടും സാൻഡായിട്ടും അവൾ കൺവേർട്ട് ചെയ്ത് വിടും. എന്നിട്ട് ഈ ആൾക്കാരെല്ലാം നമ്മുടെ ഗ്രേയോട് താങ്ക്സ് പറയുന്നുണ്ടെങ്കിലും ഗ്രേ പറയും, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പെട്ടെന്ന് സേഫ്റ്റിയിലേക്ക് പോകും, എനിക്ക് അടുത്തുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വരുന്നു. എന്നിട്ട് അവരെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യും, ഇത് ബ്ലാക്ക് ബുൾസ് അല്ലേ ചെയ്യുന്നത്. സാധാരണ ബ്ലാക്ക് ബുൾസ് എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര പുച്ഛമായിരുന്നു. ഇപ്പോൾ അവരെയാണ് ഇവരെ രക്ഷിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്കെല്ലാം ഞെട്ടല്. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് ബുൾസിൻ്റെ ബേസിനെ ആ 3 എൽഫ്സും കൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇവരെ അടിക്കുന്ന ഒരു അറ്റാക്ക് എന്ന് വെച്ചാൽ എർത്തിൻ്റെ അറ്റാക്കും വാട്ടറിൻ്റെ അറ്റാക്കും ഇല്ലെങ്കിൽ ഐസ് മാജിക് ഒന്നും അതിൻ്റെ അടുത്ത് മുട്ടുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ വെനേസയുടെ ക്യാറ്റ് ആ ബ്ലാക്ക് ബുൾസിൻ്റെ ബേസിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽപ്പുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ബുൾസിൻ്റെ ബേസിൽ നിന്ന് കാനൺസ് പുറത്തേക്ക് വന്നു. അതിൽ നിന്നാണ് നമ്മുടെ മാഗ്മയും ലേക്കും പിന്നെ നമ്മുടെ ഗ്രൗവും കൂടെ അവരുടെ പോയിസണും ഫയറും തണ്ടറും യൂസ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയും. അങ്ങനെ ഇതെല്ലാം കൂടെ ആ എൽഫ്സിൻ്റെ ദേഹത്ത് മുട്ടി അവരുടെ മാജിക് കൂടെ കമ്പൈൻ ആയപ്പോൾ ഓവർ പവേർഡായി എൽഫ്സിന് തന്നെ അത് പണിയായി. ഏറ്റവും അവസാനം എൽഫ്സിനെല്ലാം ദേഷ്യം വന്നു, എന്തവിടെ നടക്കുന്നേ, ഞാൻ ഒരിക്കലും ഹ്യൂമൻസിനെ ജയിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയും. ഇതെല്ലാം കണ്ട് നമ്മുടെ ഹെൻറിയും ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആസ്റ്റയുടെ ഒക്കെ കണ്ട് തിളങ്ങുമായിരുന്നു അവരുടെ ടീം വർക്ക് കണ്ടിട്ട്. ഏറ്റവും ലാസ്റ്റ് ഈ 3 എൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവരുടെ ഒരു പവർഫുള്ളായിട്ട് സ്പെല്ല് അവരവിടെ ക്രിയേറ്റ് ചെയ്യും. അത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. അങ്ങനെ ആസ്തയാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചീഞ്ഞ് പാഞ്ഞ് വന്ന് ആ ഒരു സ്പെല്ല് സെക്കൻഡ്സോട് കൊണ്ട് അവിടെ അങ്ങ് ഇറേസ് ചെയ്ത് കളയും. എന്നിട്ട് ആ എൽസിനെ എല്ലാം പഴയ ഹ്യൂമൻസ് ആക്കുന്നു. എന്നിട്ട് ആസ്ത പറയും, നമ്മൾ ചെയ്തു ഗൈസ് എന്ന് പറയും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന വില്ലിനെ ആയിരിക്കും, ഇല്ലെങ്കിൽ ലിച്ചിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന വില്ലിനെ ആയിരിക്കും. നമ്മുടെ വില്ല് ശരി പറഞ്ഞാൽ പണ്ടത്തെ ഒരു പാസ്റ്റ് കാണിക്കുക. അതിനകത്ത് നമ്മുടെ വില്ല് മരത്തിനുള്ളിൽ നിന്ന് ആലോചിക്കും, എൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട്, ആരാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അവൻ ഉറക്കത്തില്ല. അവന് ഈ ചെറുപ്രായത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യവും വെറുപ്പും അല്ലവാ. ചിലപ്പോൾ ആർക്കറിയാം, അവൻ ഒറ്റപ്പെട്ടിരിക്കുവാണെങ്കിലോ അവനൊരു സഹായം വേണമെങ്കിലോ എന്തായാലും ഞാനവനെ സഹായിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ വില്ല് അവൻ്റെ ഉള്ളിലുള്ള ലിച്ചിനെ സഹായിക്കാമെന്ന് പറഞ്ഞ് തീരുമാനമെടുക്കും. അങ്ങനെ സമയങ്ങൾ കഴിഞ്ഞു പോയപ്പം നമ്മുടെ വില്ലിൻ്റെ ചെറുപ്പകാലം അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. ആഹാരത്തിന് വേണ്ടി കുറേ കഷ്ടപ്പെടണമായിരുന്നു അവന്. അതുകൂടെ സ്വപ്നങ്ങളൊക്കെ കാണുമ്പം അവൻ കുറേ എൽപ്സായിട്ടുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത്. അതെല്ലാം സ്വപ്നത്തിലെല്ലാം അവൻ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അവന് മനസ്സിലായേ, ശരിക്കും പറഞ്ഞാൽ അത് സ്വപ്നമല്ല, അവർക്ക് ഇവൻ്റെ മെമ്മറീസാണ്. അങ്ങനെ പതിയെ നമ്മുടെ വില്ലിന് അവൻ്റെ ഉള്ളിലെ പറ്റിയ ഒരു സോൾ, ആ സോളിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റി. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വില്ല് അവനോട് ആദ്യമായിട്ട് നല്ലോണം സംസാരിക്കുന്ന ഒരു മനുഷ്യനെ കാണും. അത് നമ്മുടെ ജൂലിസ് ആയിരുന്നു. ജൂലിസാറിൻ്റെ മുഖത്തുള്ള കേസ് പോലെ ചെറിയൊരു
അലർജി ഇല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഇല്ലേ കേസ് എന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെ മറച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ ജൂലിയസ് അവനൊരു മാസ്ക് കൊടുക്കും. എന്നിട്ട് ജൂലിയസ് പറയും, നിനക്കെൻ്റെ ഗുമാരെ ഇതുവരെ കിട്ടിയില്ലല്ലേ? അത് കിട്ടുന്നിടം വരെ ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഒരു 10-12 വയസ്സൊക്കെ ആയപ്പം അവനും അവൻ്റെ ഗുമവാരം കിട്ടി. അങ്ങനെ കിട്ടിയതിന് ശേഷം അവൻ്റെ വില്ലിന് മാത്രമല്ല കിട്ടി, ലിച്ചിനും അവൻ്റെ ഗുമവാരം കിട്ടി. അപ്പനാണ് അവൻ്റെ കാര്യം മനസ്സിലായത്. അവനെന്ന് പറയുന്നത് 2 സോള, ലിച്ചും വില്ലെന്ന് പറയുന്നത് 2 സോള ഒരു ശരീരത്തിനകത്ത്. അവർക്ക് രണ്ടർക്കും പ്രത്യേകം ഗോപവാരൻ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മുടെ വില്ല് ഒബ്വിയസ്ലി നമ്മുടെ ക്യാപ്റ്റൻ ആവുന്നു. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞ് പോകും. പക്ഷേ ഒരേ സമയത്ത് നമ്മുടെ വില്ല് ലിച്ചിനെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ ജൂലിയസിനെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലിച്ച് എന്ന് പറയുന്നത് അവൻ്റെ ബ്രദറായിരുന്നു. അവൻ ശരീരത്തുള്ളപ്പോൾ അവൻ ജൂലിയസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എന്നിട്ട് ലിച്ച് ശരീരത്ത് കയറുമ്പോൾ അവൻ ജൂലിയസിനെ ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പക്ഷേ ഏറ്റവും ലാസ്റ്റ് ലിച്ചിനെ പ്രതികാരം വീട്ടാൻ വേണ്ടി ജൂലിയസിനെ കൊല്ലേണ്ട വന്നു. അതുകൊണ്ട് ലിച്ച് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇടയിലേക്ക് ഞാനില്ല, ഞാൻ എന്നേക്കുമായിട്ട് നിങ്ങൾ ഒരു ഉറക്കത്തിന് പോവാം എന്ന് പറയട്ടെ ലിച്ച് തന്നെ നമ്മുടെ വില്ലിന് ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെ ലിച്ച് നമ്മുടെ ജൂലിയസിനെ കൊല്ലും. എന്നിട്ട് നമ്മുടെ ലിച്ച് ആ ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കും. എന്നിട്ട് ലിച്ച് പറയും, ഞാൻ കുറേ മാജിക്കൽ പവർ യൂസ് ചെയ്ത് എൻ്റെ മോനെ കുറേ പോയി, അതായിരിക്കും ഞാൻ ഇത്രയും വലിയ ഉറക്കത്തിലേക്ക് പോയേ. ഇനിയും കുഴപ്പമില്ല, എൻ്റെ ബ്രദർ വില്ല് ഇനി എന്നേക്കോ എന്നെ വിട്ടു പോയല്ലോ. ശരിയും പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഹ്യൂമൺ അവനായിരുന്നു. പോട്ടെ. എൻ്റെ അനിയന്മാരെല്ലാവരും ഇപ്പോൾ ബ്ലാക്ക് ക്ലവറിലേക്ക് എത്തിയിട്ടുണ്ടാവും. ലിച്ചും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും പതിയെ ബ്ലാക്ക് ക്ലവർ നശിപ്പിക്കാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അവന് വന്നോട്ട് പോകും. അതിനുശേഷം നമ്മൾ റേഡിയസിന് ഗുമവാരൻ തിളങ്ങാൻ തുടങ്ങി. അവൻ്റെ ഒറ്റ പേജുള്ള ഒരു ബുക്കായിരുന്നു, അതിൽ വേറൊരു പേജൂടെ വന്നു. മറ്റേ അവൻ്റെ സ്പെല്ല് നിരലിൽ നിന്നൊക്കെ മോൺസ്റ്റേഴ്സിനെ ഉണ്ടാക്കാമെന്നെങ്കിലും അല്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് മോൺസ്റ്റേഴ്സിനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇപ്പോൾ അവന് മരണത്തിൽ നിന്ന് തിരിച്ചു വരുന്നൊരു സ്പെല്ലാണ് കിട്ടിയത്. പക്ഷെ ഒറ്റത്തവണ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മരിച്ച അവൻ തിരിച്ചു വന്നു. അവൻ്റെ കൂട്ടുകാരൻ തിരിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ലിച്ചിൻ്റെ അടുത്ത് പോയി നമ്മുടെ റിവെഞ്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ ട്രാൻസ്പോർട്ടേഷൻ മാജിക് യൂസ് ചെയ്ത് നേരെ ബ്ലാക്ക് ബുൾസിനടുത്ത് വരും. ബ്ലാക്ക് ബുൾസിനായിട്ട് വേണ്ടി പറയും, ഞാൻ ഇവരെ വെച്ചിട്ട് അവൻ ലിച്ചിനായിട്ടുള്ള പ്രതികാരം വീട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആസ്ഥയെടുത്ത് ബ്ലാക്ക് ബുൾസിനടുത്ത് റേഡിയസ് പോയി സംസാരിക്കും. റേഡിയസിനെ കണ്ട പാടെ അവർക്കെല്ലാം പറയും, ചാമി പറയും, നീ ആണല്ലേ എൻ്റെ ടൊമാറ്റോ കൃഷിയെല്ലാം നശിപ്പിച്ചത്, നിന്നെ ഞാൻ കൊല്ലാൻ പോകുമെന്ന് പറയും. അപ്പം അവൻ പറയും, ഞാനല്ല അത് മറ്റേ ലിച്ചു അമ്മ പണിയായിരിക്കും എന്ന് പറയും. അതിന് ശേഷം നമ്മുടെ ആസ്വദിക്കും, നീ എന്താടാ ഇവിടെ, നീ മറ്റേ മിഡ് നൈറ്റിൻ്റെ ടീമിൻ്റെ ആൾക്കാരല്ലേ പറയും. ഞങ്ങൾ പണ്ടായിരുന്നു, ഇപ്പോൾ അല്ല, ഞങ്ങളെ ലിച്ച് പറ്റിച്ചു, ഞങ്ങളെ ലിച്ച് അവിടെ കൊന്നിട്ട് പോയി, എൻ്റെ മാജിക്കാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം തിരിച്ചു വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് റിവെഞ്ച് എടുക്കണം എന്ന് പറയും. പക്ഷേ നാസ്ത പറയും, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നേ, നീ വെറും ഒരു കള്ളനാ, നീ പണ്ട് ബ്ലാക്ക് ക്ലോറി വന്ന് ഞങ്ങളെ ആക്രമിച്ചല്ലേടാ, നീ കുറേ പേരെ ജീവൻ എടുത്തല്ലേ പറഞ്ഞാൽ അവനെ എടുത്തിട്ട് അടിക്കാമെന്നോ. എന്നിട്ട് പറഞ്ഞു, നീ ആദ്യം ഞങ്ങളോടല്ല അതിൻ്റെ പേര് സോറി പറ, എന്നിട്ട് വിടാൻ പറയും. അതിന് ശേഷം പറയും, നിൻ്റെ കാര്യം പറയുന്നത് നീ ഒരു കൈൻഡ് ഓഫ് യൂസ്ലെസ്സാണ്, ഇവരോട് എന്നോട് ചോദിച്ചാലോ, ഇവന് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മാജിക് ഉണ്ടാവുമല്ലോ എന്ന് പറയും ലെക്കും മാങ്ങയും. അങ്ങനെ ലെക്കും മാങ്ങ അവൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മാജിക് ഉപയോഗിച്ച് ബ്ലാക്ക് ക്ലോവറിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാന്നുള്ള കാര്യത്തിൽ ഡിസിഷൻ എടുക്കും. അവനോട് ചോദിക്കും, അവൻ പറയും, എനിക്ക് ലിച്ചിനെ കണ്ടിട്ട് എന്തിനാണ് ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളെ കൊല്ലാൻ വിട്ടു എന്നുള്ള കാര്യം അവനോട് ചോദിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. മറ്റവരോട് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ലിച്ചിനോട് എന്താണെന്ന് വെച്ചാൽ ലിച്ചു പല ബോഡി എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തരുമായിരുന്നു, അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ. ഇപ്പം ഞാൻ തിരിച്ചു വന്നുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും കാണത്തില്ല, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ആസ്ത് പറയും, നിനക്ക് ബോഡിയല്ല എക്സ്പെരിമെൻ്റ് ചെയ്യട്ടെ, എൻ്റെ ബോഡിയാണ് നിനക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തരാം. കുറേ നാളിനോട് ചോദിച്ചു നടക്കുമല്ലോ, പക്ഷേ ഒരു കണ്ടീഷൻ, നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണം, പിന്നെ എനിക്ക് വേദന എടുക്കില്ല നീ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ, പിന്നെ ആൾക്കാരെ സഹായിക്കാനാണെങ്കിൽ എത്ര എക്സ്പെരിമെൻറ്റ് ഞാൻ റെഡിയാണ് എന്ന് പറയും. ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് എക്സൈറ്റഡായി നിൽക്കുന്ന നമ്മുടെ പെണ്ണിനെ കാണിക്കും. അതിനുശേഷം നമ്മുടെ ചാർമി അവർക്കെല്ലാവർക്കും ഫുഡ് കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഇത് കഴിച്ച് ഞങ്ങളുടെ മാജിക്ക് കൂട്ടാൻ പറയും, ഇത് മോനെ ഇൻക്രീസ് ചെയ്യാൻ പറയും. അങ്ങനെ അവരെല്ലാം കഴിച്ച് മോനെ ഇൻക്രീസ് ചെയ്ത് ബ്ലാക്ക് ക്ലൗഡിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് തന്നെ കഴിയുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അത്ര നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്ക് എന്താ അറിയില്ല, ഇന്നലെ വൈകിട്ട് തൊട്ട് എനിക്ക് വയ്യ, അതാണ് ഞാൻ ഇന്നലെ വൈകിട്ട് എപ്പിസോഡ് ഇടായിരുന്നു. ഇനിയും 2 എപ്പിസോഡ് ഇടണമെന്നാണ് എൻ്റെ പ്ലാൻ, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല.
മാക്സിമം ട്രൈ ചെയ്യാം ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുന്നു. ഇന്നത്തെ എക്സ്പ്ലനേഷൻ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. അടുത്ത എപ്പിസോഡ് എല്ലാം നല്ലോണം ചെയ്യുമെന്ന് വാക്ക് തന്നോട്ടെ. ഇറ്റ്സ് മൈ എക്സ്പ്ലെയിനർ പീസ് സൈനിങ് ഔട്ട്.